بسم الله الرحمن الرحيم يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا. السلام عليكم ورحمة الله. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. നമ്മുടെ മുഖാമുഖം പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. ചോദ്യോത്തര സെഷന് മുമ്പായി ഈ വിഷയ സംബന്ധിയായി അഥവാ പരിഹസിക്കപ്പെടുന്ന പ്രമാണങ്ങൾ എന്ന വിഷയത്തിൽ ബഹുമാന്യനായ താജുദ്ദീൻ സ്വലാഹി കുറച്ചു നേരം നിങ്ങളോട് സംസാരിക്കും. അത് കഴിഞ്ഞാൽ നേരിട്ട് നമ്മൾ ചോദ്യോത്തര സെഷനിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുവാൻ താജുദ്ദീൻ സ്വലാഹിയെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. قل هذه سبيلي أدعو إلى الله على بصيرة أنا ومن اتبعني فسبحان الله وما أنا من المشركين. വേദിയിലുള്ള ബഹുമാനനായ പി എൻ അബ്ദുൽ ലത്തീഫ് മദനി, ഫൈസൽ മൗലവി, അബ്ദുൽ മലിക് സലഫി, എൻ്റെ ബഹുമാന്യരായ ശ്രോതാക്കളെ, രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സത്യാന്വേഷികളെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ വളരെ സന്തോഷകരമായ ഒരന്തരീക്ഷത്തിൽ, വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ, എന്നാൽ കുറച്ചു കാലഘട്ടമായി മാനസികമായി നമ്മെ വേദനിപ്പിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച ചർച്ചക്കും ചിന്തക്കും അന്വേഷണങ്ങൾക്കും വേണ്ടി ഒരിക്കൽ കൂടി ഈ പുളിക്കൽ പ്രദേശത്ത് സംഘടിക്കാനുള്ള സാഹചര്യം ഉണ്ടായി വന്നിരിക്കുകയാണ്. സലഫി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും പ്രമുഖമായ ഒരു ആദർശ തറവാട് എന്ന നിലക്ക് വിഭിന്നങ്ങളായ പ്രതികരണങ്ങൾ ഇത്തരം പരിപാടികളോട് പൊതുവെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. വിവാദങ്ങൾ വരുമ്പോൾ ആ വിവാദങ്ങളിൽ ചിന്തിക്കാതെ കക്ഷി ചേരുന്നവരും, വിവാദങ്ങളെ അവരവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും ഉപയോഗിക്കുന്നവരും, വിവാദങ്ങൾക്ക് മുന്നിൽ തളർന്ന അവശനായി അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരുമൊക്കെ സമൂഹത്തിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ അതിൻ്റെയൊക്കെ ആത്യന്തികമായ അന്ത്യം എന്ന് പറയുന്നത്
അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഇഷ്ടത്തിൽ എത്തിപ്പെടാതിരിക്കുക എന്ന് തന്നെയായിരിക്കും. എന്റെ സംസാരത്തെ ഈ സദസ്സിൽ നിന്നോ അതല്ലെങ്കിൽ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ബൈലക്സ് മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെയോ അല്ലെങ്കിൽ ഇസ്ലാഹി റേഡിയോയിലൂടെയോ അതുമല്ലെങ്കിൽ എന്റെ ശബ്ദം പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന ഈ ലൗഡ് സ്പീക്കറിന്റെ അങ്ങേ തലക്കൽ കേൾക്കുന്നവരോ ആയ ആളുകളൊക്കെ വളരെ ആത്മാർത്ഥമായി ആലോചിക്കേണ്ട ഒരു കാര്യമാണ് എന്റെ സംസാരത്തിന്റെ ആമുഖമെന്നോണം ഞാൻ പറഞ്ഞത്. വിവാദങ്ങളും തർക്കങ്ങളും കക്ഷിത്തങ്ങളും അവസാനിക്കുന്നില്ല. വിവാദങ്ങളും കക്ഷിത്തങ്ങളും തർക്കങ്ങളും ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കും. അത് ഇസ്ലാമിക ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നാം കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ നിലപാട് സ്വീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ നിലപാടുകൾ കേവലമായ ഒരു ചിന്തയുടെയും സംഗതിയുടെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് ഒരു വിഷയത്തിൽ കക്ഷി ചേരുന്നവരോ അല്ലെങ്കിൽ കക്ഷിത്വത്തെ തന്റെ ബിസിനസ്സിന്, തന്റെ കച്ചവടത്തിന്, തന്റെ കാര്യങ്ങൾക്ക് എങ്ങനെ ഭംഗിയായി ഉപയോഗപ്പെടുത്താമെന്ന് ചിന്തിക്കുന്നവരോ അല്ലെങ്കിൽ തന്റെ എതിരാളി മറ്റൊരു കക്ഷിയിലുള്ളത് കൊണ്ട് ആ കക്ഷിയിൽ നിൽക്കേണ്ടെന്ന് തീരുമാനിക്കുന്നവരോ അതുമല്ലെങ്കിൽ ഇത്തരം കക്ഷിത്വങ്ങളും കാര്യങ്ങളും പരസ്പരം ആളുകൾ കൊമ്പുകോർക്കുന്നതും കാണുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ വേദന കൊണ്ട് ഇതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുന്നവരോ ഒക്കെ യഥാർത്ഥത്തിൽ ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ എത്തിച്ചേരുന്നത് സത്യസന്ധമായ റൂട്ടിലല്ല. ഇവിടെ ഭിന്നതകൾ ഏതു വരുമ്പോഴും തർക്കങ്ങൾ ഏതു വരുമ്പോഴും പ്രിയപ്പെട്ടവരെ അതിലൊരു ദീൻ ഉണ്ടാകും. അതിലൊരു ദീന് ഉണ്ട് എന്നത് സത്യമാണ്, ഉണ്ട് എന്നത് പരമാർത്ഥമാണ്. ചില വിഷയങ്ങളിൽ ആ ദീന് പൂർണ്ണമായി വേർതിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം ചിലപ്പോൾ ഹദീസുകളും തെളിവുകളുമൊക്കെ അങ്ങനെ ചേർന്ന് നിൽക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകും. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല. പണ്ഡിതന്മാർക്ക് രണ്ട് ഹദീസുകൾ വ്യാഖ്യാനിക്കുന്നിടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകാം. സ്വഹാബികൾക്കിടയിൽ തന്നെ അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. എന്നാൽ ഇവിടെ അടിസ്ഥാനപരമായ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. അതിൽ വിശുദ്ധ ഖുർആൻ 4-ാമത്തെ അധ്യായം സൂറത്ത് നിസാഇന്റെ 59-ാമത്തെ ആയത്തിൽ പറഞ്ഞ അവസ്ഥയിലേക്ക് എത്താത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അറിഞ്ഞോ അറിയാതെയോ പ്രമാണങ്ങളെ പരിഹസിച്ചും പ്രമാണങ്ങളോട് തെറ്റായ നിലപാട് സ്വീകരിച്ചും സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് അവർക്ക് വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഞാൻ സുദീർഘമായ രാമുഖം പറയാതെ തന്നെ പറയാണ്, ഇന്നത്തെ എന്റെ സംസാരത്തെയും ഇവിടെ നടന്ന കഴിഞ്ഞ സംസാരത്തെയും മുഖാമുഖത്തെയും ഒക്കെ ആ തലത്തിൽ കാണാൻ നമുക്ക് സാധിക്കണം. ഒരു ഫ്രെയിമിന്റെ ഉള്ളിൽ കയറി നിന്ന് ആ ഫ്രെയിമിന്റെ ഉള്ളിൽ തന്നെ എനിക്ക് നിൽക്കാൻ വേണ്ടത് എന്തൊക്കെ ഉണ്ട് എന്ന് ആലോചിക്കലല്ല സത്യാന്വേഷണം എന്നത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എന്നല്ല ലോകത്താകമാനം സലഫി പ്രസ്ഥാനത്തിന്റെ സമാരംഭകർ അമ്പിയാക്കളാണ്. ആ അമ്പിയാക്കളുടെ ആശയ സ്രോതസ് അതിന്റെ പ്രചാരണവുമായി കടന്നു വന്ന ഏത് ഘട്ടത്തിലും അത് പ്രതിസന്ധികളിലൂടെയും അത് ആക്ഷേപങ്ങളിലൂടെയും അത് ഇല്ലാ കഥകൾ കെട്ടിവെക്കപ്പെടുന്നതിലൂടെയും ഒക്കെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അമ്പിയാക്കൾ കടന്നു വന്ന പ്രദേശങ്ങളിൽ മുഴുവൻ അവരെ വിഘടനവാദികളായി ചിത്രീകരിക്കുന്ന സാഹചര്യമുണ്ടായി. അമ്പിയാക്കൾ കടന്നു വന്ന എല്ലാ പ്രദേശങ്ങളിലും അമ്പിയാക്കളെ മജ്നൂൻ, ഭ്രാന്തൻ എന്ന് വിളിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. കേരളക്കരയിലേക്ക് വന്നാലും ആയുധം കൊണ്ടും ആരോപണം കൊണ്ടും പ്രതിരോധിക്കുന്ന ആ ചരിത്രത്തിന്റെ തുടർച്ചകൾ അക്ഷരാർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ട്. സ്വലാത്തില്ലാത്തവർ, ദിക്റില്ലാത്തവർ, ദുആയില്ലാത്തവർ, പ്രാർത്ഥനയില്ലാത്തവർ, തസ്ബീഹില്ലാത്തവർ, തഹ്ലീലില്ലാത്തവർ, സ്വഹാബികളെ പരിഹസിക്കുന്നവർ, അള്ളയില്ലാത്തവർ, നബിയെ നിഷേധിക്കുന്നവർ, നബിയെ സ്നേഹിക്കാത്തവർ, നബിയെ സാധാരണ മനുഷ്യരാക്കുന്നവർ, അങ്ങനെ കൊട്ടക്കണക്കിന് ആരോപണങ്ങൾ, വ്യത്യസ്ത കോണുകളിൽ നിന്ന് സമഗ്രമായി ഇസ്ലാമിനെ മനസ്സിലാക്കാത്തവർ, ആചാരങ്ങളിൽ മാത്രം ഇസ്ലാമിനെ ഒതുക്കിയവർ, ഇസ്ലാമിന്റെ ജിഹാദി കാഴ്ചപ്പാടിനെ അടിച്ചുടക്കി ഇല്ലാതെയാക്കി യുവത്വത്തിന്റെ കർമ്മശേഷിയെ ഫിഖ്ഹിന്റെ മസ്അലകളിൽ മാത്രം കെട്ടിത്തളച്ചിട്ടവർ എന്നിങ്ങനെ 1000 ആരോപണ കൂമ്പാരങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യാത്രാമധ്യേ വന്നിട്ടുണ്ട്.
ഈ അടുത്ത കാലത്തായി കഴിഞ്ഞ 1.5 കൊല്ലമായി കടന്നു വന്ന ആക്ഷേപത്തെയും ആരോപണത്തെയും അതേ തലത്തിൽ മാത്രം കാണാനാണ് യഥാർത്ഥത്തിൽ സലഫി പ്രസ്ഥാനം ആഗ്രഹിക്കുന്നത്. ഈ ആരോപണമാണെങ്കിൽ കഴിഞ്ഞ 1.5 കൊല്ലം മുമ്പ് വന്നതല്ല എന്നത് ഈ ആരോപണത്തെ നേരിടുന്നിടത്തും ഇതിന്റെ പണ്ഡിതോചിതമായ പ്രാമാണികമായ മുന്നേറ്റങ്ങൾ നടത്തുന്നിടത്തും സലഫികളെ സംബന്ധിച്ചിടത്തോളം ഉപകാരപ്രദമായിട്ടുണ്ട് എന്നത് ഒരു സത്യമാണ്. യഥാർത്ഥത്തിൽ ആരോപണങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും പ്രകോപനങ്ങളുടെയും ഊരുവിലക്കുകളുടെയും പുറത്താക്കലുകളുടെയും പിടിച്ചു വലിച്ച് പുറത്തേക്കെറിയലിന്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഈ പ്രസ്ഥാനം ഇല്ലാതെയാവുകയാണെങ്കിൽ അത് മുമ്പെപ്പോഴോ ഉണ്ടാവാതെ അത് ഇല്ലാതെ പോകേണ്ടതായിരുന്നു. മഞ്ചേരിയിലെ കോടതിയിലെ ഫയൽ മുറിയിൽ വിശ്രമിക്കുന്ന ഒരു ഫയല് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചാൽ ആർക്കും കിട്ടും. മുത്തന്നൂർ പള്ളിക്കേസുമായി ബന്ധപ്പെട്ട കാര്യം, മുത്തന്നൂർ പള്ളിക്കേസുമായി ബന്ധപ്പെട്ട് 3 ദിവസം ഒരു മയ്യത്ത്, അതിന്റെ ഏറ്റവും അവസാനത്തെ അവകാശം 6 അടി മണ്ണ് നിഷേധിക്കപ്പെട്ടതിന്റെ പിന്നിലെ ചരിത്രം പ്രമാണബദ്ധമായ യാത്രയ്ക്ക് സലഫികൾ സന്നദ്ധരായി എന്നതുകൊണ്ട് മാത്രമാണ്. അന്ന് തകർന്നിട്ടില്ലെങ്കിൽ, അന്ന് തളർന്നിട്ടില്ലെങ്കിൽ, അന്ന് നശിച്ചിട്ടില്ലെങ്കിൽ, അന്നില്ലാതെയായിട്ടില്ലെങ്കിൽ ഇനിയൊരിക്കലും ചരിത്രത്തിൽ ആദർശപരമായ മുന്നേറ്റങ്ങൾ അത് ഇല്ലാതെയാവുകയില്ല എന്നതിന്റെ നേർരേഖയാണ് അവർ തെളിയിച്ചത്. കുറ്റിച്ചെടികൾക്കിടയിൽ അന്ന് ഉണ്ടായിരുന്ന ആളുകൾ പോലീസിന്റെയും പട്ടാളത്തിന്റെയും സെക്യൂരിറ്റിയോട് കൂടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനെ ഖബറിലേക്ക് വെച്ച് അയാൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് 3 പിടി മണ്ണ് വാരിയിട്ട് തിരിച്ചു പോന്നത് കൂടുതൽ ശക്തമായ പടയോട്ടങ്ങൾക്കും മുന്നേറ്റങ്ങൾക്കുമാണ്. അത് കണ്ടുപഠിച്ച സലഫികളെ സംബന്ധിച്ചിടത്തോളം ആരോപണങ്ങൾ പുത്തിരിയല്ല. ഒരു ഇക്വേഷൻ ഞാൻ കൃത്യമായി പറയുന്നു. സലഫി പ്രസ്ഥാനത്തിനെതിരിൽ ആര് എന്ത് ആരോപണം എപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടോ ആ കൊണ്ടുവന്ന ആരോപണം അവർക്ക് അവരുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി അവർ കൊണ്ടുവന്നതാണ്. നിങ്ങൾ എടുത്തു പരിശോധിച്ചോ. ദിക്റും തസ്ബീഹും തഹ്ലീലും ഒക്കെ അതിലെ ശരിയും തെറ്റിയും വേർതിരിച്ചപ്പോ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ആളുകൾ പുറത്തുവിട്ട വാചകമാണ് എന്ത് ഇവർക്ക് തസ്ബീഹില്ല എന്നുള്ളത്, ഇവർക്ക് തഹ്ലീലില്ല എന്നുള്ളത്. ഇസ്ലാമിനെ കേവലമായൊരു രാഷ്ട്രീയ പാർട്ടിയായി ചുരുക്കുന്ന ആ പദ്ധതിയെ സമഗ്രമായി സമർത്ഥമായി പ്രതിരോധിച്ചപ്പോ അത്തരം ആളുകൾ കൊണ്ടുവന്നതാണ് ഇവർക്ക് ഇസ്ലാമിന്റെ സമഗ്രത അറിയുകയില്ല എന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെ ഇവിടെ ഉയർന്നു വന്ന ആരോപണങ്ങൾ അങ്ങനെ തന്നെയാണ്. 2002 ഓഗസ്റ്റ് 12 സംഘടനാപരമായി മുജാഹിദ് പ്രസ്ഥാനത്തിലെ 35 ആളുകൾക്കെതിരിൽ മാത്രം, ലക്ഷക്കണക്കിന് പ്രവർത്തകർക്കെതിരിലല്ല, ഇതിലേറ്റവും തലമുതിർന്ന ആള് മുതൽക്ക് ഇതിലെ ബാലവേദി കുട്ടി വരെയും മാതാവിന്റെ ഗർഭാശയത്തിൽ ജനിക്കാനിരിക്കുന്ന പിഞ്ചോമനകൾക്കും ബാധകമായ വിധിയല്ല. നേരെ മറിച്ച് കൃത്യമായ പരിശോധനകളിലൂടെ ആദ്യം മധ്യസ്ഥ ചർച്ച, നീണ്ട 6-7 മാസം മധ്യസ്ഥ ചർച്ച, പലയിടത്തായി കൂടിയ മധ്യസ്ഥ ചർച്ചകളുടെ തുടർച്ച. എന്താ അവിടെ ആ മധ്യസ്ഥ ചർച്ചയിലൂടെ രൂപപ്പെട്ട പാനൽ, ആ പാനലിൽ സ്വന്തം പേരുകൾ ഉണ്ടായിട്ട് അതിനെതിരിൽ വോട്ട് ചെയ്ത് എന്നിട്ട് തോറ്റ്, എന്നിട്ടും അവരെ ഉൾക്കൊണ്ട് അവരെ സെക്രട്ടറി പദത്തിൽ ഇരുത്തി മുന്നോട്ട് പോയി. സംഘടനാപരമായി തീരുമാനമുണ്ടായി. ജമിയത്തുൽ ഉലമയുടെ തീരുമാനം എന്താ? ഏതെങ്കിലും 2 ആള് ഏതെങ്കിലും ഹോട്ടലിന്റെ മുകളിൽ ഇരുന്ന് അവര് പുസ്തകമെഴുതി അത് പ്രസിദ്ധീകരിച്ചപ്പോൾ മാത്രം പണ്ഡിതന്മാര് കണ്ടതല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിൽ 2002 പിളർപ്പിന് ശേഷം വന്ന ആളുകൾക്ക് ഒരുപക്ഷെ അറിയില്ല. ഞാൻ പറയാം, എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളൊക്കെ കോളേജിൽ ചെറിയ കുട്ടികളാണെന്ന്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരം ചർച്ചകളുടെ പരിസരത്ത് കൂടെ ചായ എടുത്തു കൊടുക്കുന്ന ആൾക്കാരായിട്ടും അതല്ലെങ്കിൽ അവിടേക്ക് വേണ്ട ഖിദ്മത്ത് ചെയ്യുന്നവരായിട്ടും പലപ്പോഴും ഞങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടറിയാം, കേരള ജമിയത്തുൽ ഉലമ 2 ഘട്ട പ്രബന്ധങ്ങൾ ക്ഷണിച്ചു. ആ 2 ഘട്ട പ്രബന്ധങ്ങളും വേണ്ടവർക്ക് വായിക്കാൻ ഇന്നും കിട്ടും, ഇപ്പോഴും കിട്ടും, എപ്പോഴും കിട്ടും. അതിന്റെ ശേഷം ആ 2 ഘട്ട പ്രബന്ധങ്ങൾ, 2 വിഭാഗത്തിന്റെയും വാദങ്ങൾക്കുള്ള മറുപടികൾ ഒക്കെ പരസ്പരം കൈമാറി. അത് കൈമാറി അടുത്ത ദിവസം തീരുമാനം എടുത്തല്ല, എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് ഇഷ്ടം പോലെ വായിക്കാനും പഠിക്കാനും ഒക്കെ ചാൻസ് കൊടുത്തു. അതിന്റെ ശേഷം 2 കൂട്ടരി 2 മേശപ്പുറത്തിരുത്തി കൃത്യമായി സംവാദം നടന്നു. ഓലക്കാസറ്റിൽ അത് കേൾക്കാൻ പ്രവർത്തകർക്ക് പുറത്തേക്ക് വിട്ടു. അതിന്റെ ശേഷം
അതിന്റെ ശേഷം തീരുമാനമെടുക്കാൻ വേണ്ടി മറ്റൊരു ദിവസം ഒരുമിച്ചിരുന്നു. എന്നിട്ട് ആ തീരുമാനമെടുത്തു. സംവാദത്തിന്റെ പ്രഷറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതിന്റെ പ്രഷറിൽ അപ്പ വെച്ച് എഴുതിയതല്ല, നേരെ മറിച്ച് 1-2 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഇരുന്ന് അത് കൃത്യമായി എഴുതി തയ്യാറാക്കി, അല്ലെ, എഴുതി തയ്യാറാക്കി അത് പുറത്തുവിട്ടു. ആ പുറത്തുവിട്ട പുസ്തകത്തിനെതിരിൽ നീലപുസ്തകം വന്നപ്പോ, നീലപുസ്തകം വന്ന അടുത്ത ദിവസം പത്രത്തിൽ വാർത്ത കൊടുത്തതല്ല, നേരെ മറിച്ച് കൃത്യമായി നെതുവത്തിന്റെ കൗൺസിൽ ചേർന്നു. ജാമ്യ നദിവ ബി എഡ് ട്രെയിനിങ് കോളേജിൽ, ആ ബി എഡ് ട്രെയിനിങ് കോളേജിൽ ചേർന്ന കൗൺസിലിൽ വെച്ച് ഇത് തീരുമാനമാക്കി. കൗൺസിലർമാരെ മൊത്തം സാക്ഷി നിർത്തി ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചവരെ വെച്ചുകൂടാ എന്ന ഐക്യകണ്ഠേന തീരുമാനമെടുത്തു. എന്നിട്ടോ കൗൺസിലിൽ വെച്ച് ഓരൻ പിടിച്ച് പുറത്താക്കാന്നല്ല, അന്വേഷണ കമ്മീഷൻ വന്നു. കുറ്റക്കാരെ കണ്ടെത്തിയപ്പോ അപ്പ പിടിച്ച് പുറത്താക്കിയതല്ല, പിന്നെയോ അന്വേഷണ കമ്മീഷൻ അവർക്ക് കുറ്റപത്രം കൊടുത്തു. കുറ്റപത്രം അവർ വാങ്ങി, മറുപടിക്ക് സമയം കൊടുത്തു. മറുപടി കിട്ടി അന്ന് യോഗം ചേർന്ന് പുറത്താക്കിയതല്ല, മറുപടി കൃത്യമായി അവര് വായിച്ചതിന്റെ ശേഷം ഇവര് കൂടിയുള്ള നെതുവത്തിന്റെ എക്സിക്യൂട്ടീവ് ചേർന്നു. ആ എക്സിക്യൂട്ടീവിൽ വെച്ച് തീരുമാനം പ്രഖ്യാപിച്ചു, അല്ലെ. ഈ തീരുമാന പ്രഖ്യാപനത്തോടു കൂടെ പലതും പുറത്തു വന്നു. സംഘടനാപരമായി അവർ ചെയ്തു കൂട്ടിയ അക്രമങ്ങൾ, ആദർശപരമായവർ ചെയ്തു കൂട്ടിയ അക്രമങ്ങൾ, ഹദീസ് നിഷേധ പ്രവണതകൾ ഞാൻ എന്റെ സമയത്ത് പേടിച്ചുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. പക്ഷേ ഒരു പോയിന്റിൽ എന്റെ ശ്രോതാക്കൾക്ക് ആ മൊത്തം കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ പറ്റും. 2012 ആയപ്പോൾ 2002 ആദർശപരമായി മുജാഹിദ് പ്രസ്ഥാനത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകാൻ ശ്രമിച്ചത് എന്നതിന്റെ കൃത്യമായ ഉത്തരം കിട്ടി. എന്താ ഉത്തരം? ചേകന്നൂർ മൗലവി നവോത്ഥാന നായകനാണ് എന്ന് യുവജന വിഭാഗത്തിന്റെ നേതൃത്വത്തിലിരുന്ന വ്യക്തി കിനാലൂരി, അദ്ദേഹം ലേഖനം എഴുതുന്നിടത്തേക്ക്, പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ അതിന്റെ എഡിറ്ററാകുന്നിടത്തേക്ക് നവോത്ഥാന നായകന്മാർ മുമ്പും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ അവസാനത്തെ കണ്ണിയാണ് ചേകന്നൂർ എന്ന് പറയുന്നിടത്തേക്ക് എത്തി, അല്ലെ. ഇവിടുത്തെ പ്രശ്നം എന്താ? സെയ്ദ് മൗലവിയെ പോലെ, KM മൗലവിയെ പോലെ, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെ പോലെ അവരുടെ വിയർപ്പ് കൊണ്ടും അവരുടെ ജീവിതം കൊണ്ടും അവരുടെ മനസ്സുകൊണ്ടും അവരുടെ മസ്തിഷ്കം കൊണ്ടും ഇസ്ലാമിനെ സമർപ്പിച്ച നവോത്ഥാന നായകന്മാരുടെ ലിസ്റ്റിലേക്ക് ചേകന്നൂരിനെ കയറ്റുന്ന ആദർശ വ്യതിയാനമാണ് അവർ കൊണ്ടുവരാൻ ശ്രമിച്ചത്. അതിനെയാണ് നമ്മൾ കൊല്ലിക്ക് പിടിച്ചപ്പോഴാണ് ഇവിടെ ഇപ്പോൾ പലരും അങ്ങാടിയിൽ തർക്കിക്കുന്ന, പലരും മക്കളെ പുറത്താക്കിയ, പലരും പലരോടും സലാം പറയൽ നിർത്തിയ, പലരും ഇപ്പോൾ ഇമാമത്ത് നിൽക്കുമ്പോൾ തിരിഞ്ഞു പോകുന്ന, ഇമാമിനെ പിടിച്ചു പുറത്തിടുന്ന, ഭാര്യയും ഭർത്താവും തെറ്റുന്ന, വാപ്പയും മോനും തമ്മിൽ തർക്കിക്കുന്നത് കേട്ടിട്ട് മാനസിക രോഗിയായ മാതാവ് ഇന്നും മരുന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതിന്റെ പിന്നിലെ ഒരു ഫ്രെയിം വർക്ക് വരുന്നത് അവിടെയാണ്. രക്ഷല്ല എന്ന് മനസ്സിലാക്കിയപ്പോ ഒറ്റപ്പൊട്ടികളാ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, മുശ്രിക്കുകൾ ഇതിലുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഈ ആരോപണം ഇപ്പൊ കാര്യമായിട്ട് പലരും, നിങ്ങൾ ജിന്നൂരികളല്ലേ, നിങ്ങൾ ജിന്നിനോട് സംസാരിക്കണവരല്ലേ എന്നൊക്കെ പലപ്പോഴും ഇതൊന്നും കേൾക്കാൻ സമയം കിട്ടാത്തവര് ചിന്തിക്കുന്നുണ്ട്. ഇതിപ്പോ ഇന്നലെ മിഞ്ഞാന്ന് വന്നതല്ല, 2002 വന്നതാ. എത്രത്തോളം ആ വിഷയത്തിൽ പറഞ്ഞു സുഹൃത്തുക്കളെ, എത്രത്തോളം ആ വിഷയത്തിൽ പറഞ്ഞത് എത്രത്തോളാണ് എന്ന് നിങ്ങൾ കേട്ടോളൂ. എന്താ അറിയോ പറഞ്ഞത്? ഇത്രത്തോളമാണ്. എത്രത്തോളം മുശ്രിക്ക് എന്ന വാക്ക് തന്നെ പറഞ്ഞു. അലി മദനി മൊറയൂർ ആ പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. ജിന്നുകളെ വിളിച്ചു തേടി ആരാധിച്ച് അവയെ പൂജിക്കാമെന്ന് പറഞ്ഞതിലൂടെ മാത്രമല്ല സക്കരിയ മുശ്രിക്കായത്, ബോധപൂർവ്വമാട്ടോ പറഞ്ഞത്. സക്കരിയ മുശ്രിക്കായത് ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യാമെന്ന വാദത്തിലൂടെ മാത്രമല്ല. ഇതെല്ലാരും ഏറ്റെടുത്തു. പിന്നെ ഇത് രക്ഷപ്പെടാൻ വേണ്ടി, നമ്മൾ പിടിച്ച പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇത് കേട്ടപ്പോ പ്രവർത്തകർ പലതിലും പല നിലക്കും ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് ആരൊക്കെ ഏറ്റെടുത്തു? ആർക്കൊക്കെ രക്ഷപ്പെടണോ അവരൊക്കെ ഏറ്റെടുത്തു. 2002 പിളർപ്പിന്റെ ശേഷം സ്വാഭാവികമായും കടന്നുകയറ്റമാണ് ഉണ്ടായത്. എനിക്ക് ഓർമ്മയുണ്ട്, ചെങ്ങരംകുളം സമ്മേളനത്തിന്റെ ദാവാ വകുപ്പിൽ അതിലെ മുതിർന്ന നമ്മുടെ സഹോദരങ്ങളോടൊപ്പം, TK അഷ്റഫിനെ പോലെയുള്ള മുതിർന്ന നമ്മുടെ സഹോദരങ്ങളോടൊപ്പം ആ വകുപ്പിൽ ഞാൻ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ഓരോ സ്ഥലത്തേക്കും എങ്ങനെ പോയതറിയോ? ഓരോ സ്ഥലത്തേക്കും പോയത് മാപ്പും കൊണ്ട്. എന്നിട്ട് നമ്മൾ കൊടുക്കും, ജില്ലാ കൺവീനർമാരെ വിളിച്ചിട്ട് നിങ്ങൾ പോണ പുതിയ സ്ഥലങ്ങളൊക്കെ അടയാളപ്പെടുത്തണം എന്ന് പറഞ്ഞു. പുതിയ സ്ഥലങ്ങളെ അടയാളപ്പെടുത്തിയുള്ള ഈ പുതിയ ആക്രമണത്തിന്റെ മുന്നിൽ എത്ര പള്ളി സുഹൃത്തുക്കളെ പുതിയത് വന്നു.
എത്ര സ്ഥാപനങ്ങൾ പുതിയത് വന്നു. ഇതിന്റെ മുന്നിൽ കുടുങ്ങിയപ്പോ ആ കുടുങ്ങിയ ആളുകൾ ആരാ? EK വിഭാഗമാണ് ഏറ്റവും കൂടുതൽ അനുഭവിച്ചത്. കാരണം അവരാണ് ഇവിടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ. അവരിത് അതേപോലെ ഏറ്റെടുത്തു. അവരിത് ഏറ്റെടുക്കാൻ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ബഹുമാനായ സലാം സുലമിക്ക് ഈ വിഷയത്തിൽ ചില അബദ്ധങ്ങൾ ഭംഗിയായി പറ്റി. അദ്ദേഹം ജിന്നിനെയും മലക്കിനെയും അഭൗതികമാക്കിയതോടുകൂടെ അവര് പറഞ്ഞു, ഇത്രയും കാലങ്ങൾ പറഞ്ഞത് അഭൗതികമായ കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ എന്നാ. ഇപ്പൊ നിങ്ങൾ പറയുന്നു ജിന്ന് അഭൗതികാണ്, ജിന്ന് ഉപദ്രവിക്കും ചെയ്യുമല്ലോ. അപ്പൊ അഭൗതിക കഴിവ് അള്ളാഹു അല്ലാത്തവർക്കുണ്ടോ? അപ്പൊ ശൈത്താന് അഭൗതിക സഹായം പറ്റും, ശൈഖിന് അഭൗതിക സഹായം പറ്റുകയില്ല അല്ലേ എന്ന് ചോദിച്ച് രംഗത്ത് വന്നു. അദ്ദേഹവും ഇതേ ആരോപണം ഏറ്റെടുത്തത് നിങ്ങൾ കേട്ടുള്ളൂ. ദിവസം രാത്രി മാത്രമല്ല പകലും ജിന്നിനോട് സഹായം ചോദിക്കാന്നാണ്, പിശാചിനോട് ചോദിക്കാന്ന് പറയുന്നത്. ഇവർ പറയുന്നത് വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. മരുഭൂമി എന്ന വലിയ കേസാണ്. നമ്മുടെ നാടിനെ പറയുക, മരുഭൂമിയിൽ അകപ്പെട്ടാൽ വഴി അറിയില്ലെങ്കിൽ ഒരു രക്ഷയില്ല, മരിച്ചു പോകുന്നേ വഴിയുള്ളൂ, വേറെ വഴിയില്ല. കാരണം എന്താ വെച്ചാൽ മരുഭൂമി ചുട്ടുപൊള്ളുന്ന മണൽക്കാടാണ്. ഒരു ആരും തുണക്കുണ്ടാവില്ല, റോഡും ഇല്ല, വഴിയില്ല, മനുഷ്യന്മാരില്ലാത്ത വിജനമായ പ്രദേശം. റോഡ് അറിഞ്ഞില്ലെങ്കിൽ വഴി അറിഞ്ഞില്ലെങ്കിൽ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അങ്ങനെ ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ തൽക്കാലം സഹായം കിട്ടണമെങ്കിൽ പണ്ടൊക്കെ മുജാഹിദ് പറഞ്ഞ അള്ളഹാനോടല്ല മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ലെന്നാ. ഇപ്പൊ പറഞ്ഞത് അള്ളഹാനോടും പ്രാർത്ഥിക്കാ, ജിന്നിനോടും പ്രാർത്ഥിക്കാ, പിശാചിനോടും പ്രാർത്ഥിക്കാം. പച്ച നോണ. മടവൂരി ഭാഗം പറഞ്ഞ അതേ നോണ ഏറ്റെടുത്തു. അത് വെച്ച് മാക്സിമം പറയാൻ ശ്രമിച്ചു. ഇതേ ആരോപണം അഹ്സനിയും കൂട്ടർ ഏറ്റെടുത്തു. അഹ്സനി പറഞ്ഞോട്ടെ. അതാ ഞാൻ പറഞ്ഞു, ഇനി ഞങ്ങള് മൊയ്തീൻ ഷേഖിനെ വിളിക്കുമ്പോ, ഞങ്ങള് ബദരീങ്ങളെ വിളിക്കുമ്പോ അത് ചോദ്യം ചെയ്യാൻ ഇന്ന് നിങ്ങൾക്ക് അധികാരമില്ല. പണ്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങളും ഞങ്ങളും ഒരു വ്യത്യാസമേ ഉള്ളൂ. ഞങ്ങൾ അമ്പിയാക്കളെ ഔലിയാക്കളെ വിളിക്കുന്നു, നിങ്ങൾ ശൈത്താന്മാരെ വിളിക്കുന്നു. ഒരു നുണ ഒരു സത്യം. പണ്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കേണ്ടി വന്നല്ലോ. പണ്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും ഞങ്ങൾക്കുണ്ട്. പണ്ടുണ്ടായിരുന്നു നിങ്ങൾ പണ്ട് സമ്മതിച്ചിട്ടില്ലല്ലോ. എങ്കിൽ പണ്ട് ഞങ്ങൾക്കുണ്ടായിരുന്നു നിങ്ങൾ അംഗീകരിച്ച സ്ഥിതിക്ക് ഇപ്പോൾ ഉണ്ട് എന്ന് സമ്മതിച്ചേ പറ്റൂ. കാരണം എന്താ അറിയോ? നിങ്ങൾ ചെയ്യണത് ശുദ്ധ ശിർക്കാണ്. ഞങ്ങൾക്കെതിരിൽ ഒരു കൂട്ടര് ഞങ്ങൾ ശിർക്കിലേക്ക് പോയി എന്ന് പറഞ്ഞതാണ്. ഞങ്ങൾക്കിതിന് യോഗ്യതയില്ല എന്ന് പറയാനുള്ള കാരണമെങ്കിൽ അതിനൊരു രേഖയും ഒരു തെളിവും ഒരു എവിഡൻസും സമർത്ഥിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. നിങ്ങൾക്കെതിരിൽ തെളിവ് വേണോ? ഞങ്ങൾ തരാം, നിങ്ങൾ കണ്ടോളിയും. നിങ്ങൾ ഖബറിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണവരാണ്. നിങ്ങൾ ഖബറിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണവരാണ്. ആ ഖബറിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന നിങ്ങളുടെ ആ സുജൂദിന്റെ രംഗം കാണിച്ചിട്ടേ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളൂ? ആ രംഗം കാണിച്ച് തെളിവ് കാണിച്ചെന്നിട്ടേ നിങ്ങൾക്കെതിരിൽ നിങ്ങൾ ശിർക്കിലാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. തിരിച്ചു പറയാൻ ആർക്കും പറ്റിയിട്ടില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഇവിടെ എന്താ വിഷയം? 3 കൂട്ടരെ നമ്മൾ കണ്ടു. ഇനി 4ാമത്തെ ഒരു വിഭാഗത്തെയും കൂടി നിങ്ങൾ കാണുക. 4ാമത്തെ വിഭാഗാരാ? ഏറ്റവും അവസാനം രക്ഷപ്പെടേണ്ടിയിരുന്ന ചിലരുണ്ട്. അവര് തന്നെയാണ് നേതൃത്വം കൊടുത്തത്. ബഹുമാനായ TP ആണ്. TP തന്നെ പറഞ്ഞോട്ടെ. നേരെ മറിച്ച് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു ചർച്ച വരുന്നു. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. അവസാനിപ്പിക്കണം. നമ്മളിവിടെ നിങ്ങളും അവസാനിപ്പിക്കണമെന്ന് ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ. എവിടെയാണ് സാർ ആ ചർച്ച നടന്നത്? എവിടെ? കടലുണ്ടിയിലാണോ? ആണെങ്കിൽ ഇങ്ങനെ ഞങ്ങളോട് പറയണ്ടേ? കടലുണ്ടിയിൽ അങ്ങനെ ചർച്ച വന്നിരുന്നോ? എവിടെയാണ് ആ ചർച്ച വന്നത്? ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വരുന്നോര് ഞങ്ങൾ ഈ ചോദ്യം കേരളത്തിൽ 1000 തവണ ആവർത്തിച്ച് ചോദിച്ചതാണ്. പറയങ്ങൾ മറുപടി പറയും. ഇവിടെ വീണ്ടും ഒരു ചർച്ചയ്ക്ക് ആരംഭം കുറിച്ചിരിക്കണമെന്നൊക്കെ പറഞ്ഞത് അല്ലെ? നാട്ടിലുള്ള മുഴുവൻ പള്ളിയും മദ്രസും പൂട്ടാൻ നടക്കുന്ന രാജ്യമുണ്ട് മൂപ്പര് പറഞ്ഞത് വീണ്ടും ഇവിടെ എല്ലാ മണ്ഡലത്തിലേക്കും ഇറങ്ങാണെന്നാ. ആദ്യങ്ങൾ ഇറങ്ങിയത് എലക്ഷൻ മാനേജ് ചെയ്യാനാ. രണ്ടാമത് നിങ്ങൾ ഇറങ്ങണത് നിങ്ങൾക്കിടയിലുള്ളത് മാനേജ് ചെയ്യാനാ. ഞങ്ങൾക്കത് അറിയാം, ഞങ്ങൾക്ക് ശരിക്കും അറിയാം നിങ്ങൾ എന്തിനാ അവിടെ വന്നത്. ഇവിടെ 2-3 മാസങ്ങൾക്ക് മുമ്പ് 2 റൗണ്ട് ഗണ്ണനം നടന്നിരുന്നു. അന്ന് വന്ന വ്യക്തി എന്താ ഇവിടെ വരാതിരുന്നത്? അന്ന് വന്ന അനസ് മൗലവിനെ വൈക്ക് കണ്ടിട്ടില്ലല്ലോ. അന്ന് അനസ് മൗലവി പറഞ്ഞതും മറുപടി കിട്ടിയതുമായ മുഴുവൻ കാര്യങ്ങളും കൊണ്ട് മുപ്പര് പോയതാ. മുപ്പര് വണ്ടി പിന്നെ ഈ വൈക്ക് വന്നിട്ടില്ല. പിന്നെ ഹനീഫ് കായക്കൂടിയാ വരുന്നത്. പുളിക്കല ആളുകളോട് ബഹുമാനനായ സക്കരിയ സുലാഹി 2 റൗണ്ടായി കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ചതും ചോദ്യാവലികൾ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞങ്ങൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് അല്ലെ? അന്ന് പറഞ്ഞതിലേറെ നിങ്ങൾക്ക് എന്താ അവിടെ കൂടുതൽ പറയാണ്ടായത്? ഒന്നും പറയണ്ടായിട്ടില്ല. അതുകൊണ്ട് ചോദിക്കാണ്, എന്താ മടവൂർ വിഭാഗം ആവിഷ്കരിച്ചതും അമ്പലക്കടവ് സൈദ്ധാന്തികമായി വിശദീകരിച്ചതും ഇവിടുത്തെ അഹ്സനിമാര് പ്രചരിപ്പിച്ചതും നിങ്ങൾ ഏറ്റെടുത്തതുമായ ശിർക്കാരോപണം. ആ ശിർക്കാരോപണത്തിന് 4 കൂട്ടർക്കും വായിക്കാനുള്ളത് അൽ ഇസ്ലാഹിലെ 2007 ഏപ്രിലക്കം ഇസ്ലാഹിലെ 4 വരി ആണല്ലോ. ആ 4 വരിന്റെ അപ്പുറത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് പറയണ്ടോ? ഉണ്ടോ? മടൂർ വിഭാഗം വായിച്ച 4 വരി, അമ്പലക്കടവ് വിശദീകരിച്ച 4 വരി, അഹ്സനി അട്ടഹസിച്ച 4 വരി,
ഈ 4 വരിയല്ലാതെ 4 വരിന്റെ അപ്പുറത്തോ എന്തെങ്കിലും പറയാണ്ടോ? സത്യാന്വേഷികളോട് ഞാൻ ചോദിക്കാണ്, ഈ 4 വരിയും കൊണ്ട് എത്ര കൊല്ലങ്ങൾ ജീവിക്കും? എത്ര കൊല്ലം ജീവിച്ചാലും ജീവിച്ചിരിക്കുന്നവർക്ക് ഒരൊറ്റ മുന്നറിയിപ്പ്, 10 കൊല്ലം അതുകൊണ്ട് ജീവിക്കാൻ ശ്രമിച്ച മടവൂർ വിഭാഗത്തിന് എന്ത് പറ്റിയോ അത് നിങ്ങൾക്കും പറ്റും, അത് നിങ്ങൾക്കും പറ്റും. അത്രയും നിങ്ങൾക്ക് പറ്റൂല. അവർക്ക് അവരുടേതായ എന്തെങ്കിലുമൊക്കെ ചത്തിട്ട് പിന്നെ മണ്ണെണ്ണ ഒഴിച്ച് തലവും കീക്കണേ ഒരു ചേരക്കുട്ടിയെങ്കിലുണ്ട്. നിങ്ങൾക്കോ എവിടെ? എന്താ നിങ്ങളെടുത്തുള്ളത്? സംഘടനയിലെ പ്രബലമായ 2 ചിറകുകൾ അറുത്തുമാറ്റിയിട്ട് പോകാൻ ശ്രമിച്ച ആളുകൾക്ക് വിദ്യാർത്ഥി വിഭാഗത്തിന്റെ ജനറൽ സെക്രട്ടറി ഇപ്പോൾ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടെങ്കിൽ അതും ഇനി വരുമ്പോ പറയേണ്ട ഒരു ഉത്തര അല്ലേ? നെതുവത്തിന്റെ പ്രസിഡന്റ് ആരാണെന്നുള്ള ചോദ്യത്തിന് കോടതിയിൽ നിയമം അറിയുന്നവരുടെ മുന്നിൽ, ലോ പോയിന്റ്സ് അറിയുന്നവരുടെ മുന്നിൽ ബഹുമാനനായ TP പ്രസിഡന്റ് അല്ലല്ലോ. ഇടക്കാലത്ത് ഡെസിഗ്നേഷൻ ഇല്ലാതെ പോസ്റ്ററുകൾ വന്നല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ സ്ഥിതി അതിലേറെ മോശമായിരിക്കും. ജബ്ബാർ മൗലവിയുടെ 4 വരി, ജബ്ബാർ മൗലവി എഴുതിയ 4 വരി, ആ 4 വരി വെച്ച് മടവൂർ വിഭാഗം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ട് ഇവിടെ എന്ത് നടന്നോ അതിന്റെ തുടർച്ച തന്നെ നടക്കുള്ളൂ എന്നാ എനിക്ക് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, ഒറ്റ കാര്യം, ഈ 4 വിഭാഗം എന്താ ചെയ്തത്? ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്കാക്കാൻ വേണ്ടി ഈ 4 വിഭാഗം എന്താ ചെയ്തത്? ആ ചെയ്തത് പരിശോധിച്ചു തുടങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒപ്പിച്ചുകൂട്ടി ഉണ്ടാക്കിയ ചില കാര്യങ്ങൾ എത്രത്തോളം വലിയ ഭീമാബദ്ധത്തിൽ എത്തി എന്ന് മനസ്സിലാകുക. 1. 2, ഈ കക്ഷിത്വത്തിന്റെയും ഈ പിളർക്കൽ ശ്രമത്തിന്റെയും ഈ ചേരിതിരിക്കലിന്റെയും ദുരന്തം പള്ളി നഷ്ടപ്പെട്ടതും മദ്രസ നഷ്ടപ്പെട്ടതല്ല, കുറെ മനുഷ്യന്മാരെ ഹിദായത്ത് നഷ്ടപ്പെട്ടതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുക അപ്പോഴാണ്. എടുത്തു പരിശോധിക്കുമ്പോ ഞാൻ ചില കാരണന്മാരൊക്കെ പറയും, ഞാൻ ആ പഴയ KNM-ലാണ് അല്ലേ? ഏതാണ് ആ പഴയ KNM? ഓഫീസ് പഴയ ഓഫീസിലാണെന്ന് പറഞ്ഞ ഓക്കെ, ഓഫീസ് പഴയ ഓഫീസിലാണെന്ന് പറഞ്ഞ 2 ഓഫീസ് ഒരു കൂട്ടരുടെ കയ്യിലായതുകൊണ്ട് ഓക്കെ. KM മൗലവിയും K ഉമർ മൗലവിയും സെയ്ദ് മൗലവിയും പ്രചരിപ്പിച്ച തൗഹീദ് കയ്യിലുണ്ടോ? ഇല്ല എന്ന് മാത്രല്ല, ശിർക്ക് ആരോപിച്ചവന്റെ നേരെ ശിർക്ക് തിരിച്ചു വരുമെന്നത് കൃത്യമായി തെളിയിക്കപ്പെടുന്നിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം എന്താ? നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. നമുക്ക് വിശദമായി ചോദ്യോത്തരത്തിലൂടെയാണ് കാര്യങ്ങൾ പഠിക്കേണ്ടത്. അതുകൊണ്ട് എന്റെ സംസാരം ചുരുക്കാണ് വേണ്ടത്. ഇവിടെ ഈ 4 വിഭാഗവും നമുക്കെതിരിൽ ശിർക്ക് ആരോപിക്കുന്നു. ഈ ശിർക്ക് ആരോപണത്തിന് ഉപയോഗിക്കുന്നത് ജബ്ബാർ മൗലവിയുടെ 4 വരി. ഈ 4 വരി ഉപയോഗിച്ച് എങ്ങനെ ശിർക്ക് ആരോപിക്കുന്നത്? ജിന്നിനെ മലക്കിനെ അബൗദികാക്കിയിട്ട്. ജിന്നിനെ മലക്കിനെ അബൗദികാക്കാതെ ഇത് ശിർക്കാക്കാൻ പറ്റുമോ? പറ്റൂല. അബ്ദുറഹ്മാൻ സലഫിക്ക് വരെ പറ്റൂല. ഞാൻ കാണിച്ചതാണ്. അബ്ദുറഹ്മാൻ സലഫിക്ക് വരെ പറ്റൂല. ജിന്നിനെയും മലക്കിനെയും അബൗദികമാക്കി എന്നുള്ളതാണ് അല്ലെ? യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളെ, ജിന്നിനെയും മലക്കിനെയും അബൗദികമാക്കി ആ ഒരു രംഗത്തേക്ക് വരുന്നതിന്റെ മുമ്പ് യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പഴയ നിലപാടിൽ നമ്മൾ മറുപടി കൊടുത്തിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പഴയ നിലപാടിൽ മറുപടി കൊടുത്തിട്ടുണ്ട്. മറുപടി കൊടുത്തത് ഇവിടെ വന്ന അതേ ഹനീഫ് കായക്കൊടി, അതിന്റെ മുമ്പ് ഇവിടെ വന്ന അതേ അനസ് മൗലവി, അതിന്റെയും മുമ്പ് ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ആകെ തളർന്ന് വിയർത്ത് അവശനായി നടക്കുന്ന ബഹുമാനനായ അബ്ദുറഹ്മാൻ സലഫി അല്ലെ? എല്ലാരും കൊടുത്ത മറുപടി എന്താ? ജബ്ബാർ മൗലവി എഴുതിയതിൽ ശിർക്കില്ല എന്നാണ്. ജബ്ബാർ മൗലവി എഴുതിയതിൽ ശിർക്കില്ല എന്നാണ്. നമ്മൾ പലവരും കണ്ട ആ ഭാഗം വീണ്ടും കേൾപ്പിക്കുകയാണ്, കാണിക്കുകയാണ്. അതിന്റെ ഉത്തരം വരണം, അതിന്റെ ഉത്തരം കിട്ടണം, അതിന്റെ ഉത്തരം പ്രവർത്തകർക്കറിയണം. അതിന്റെ ഉത്തരം തേടുന്നിടത്ത് വേറെ ചില ഉത്തരങ്ങൾ പുതുതായി പുറത്തു വന്നിട്ടുണ്ട്. അതും നമ്മൾ മനസ്സിലാക്കണം. എന്താ? ബഹുമാനനായ അനസ് മൗലവി തന്നെ പറയട്ടെ. ഒരു വാചകത്തിന്റെ തുണ്ടുധരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, ജിന്നിനോട് പ്രാർത്ഥിക്കാം, പിശാചിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ വാചകത്തിന് ഒരു തുണ്ട് തെളിവുദ്ധരിക്കാൻ നിങ്ങൾക്ക് കഴിയോ? അതോട്ട് ഇങ്ങനെ നടക്കരുത്. വല്ലാണ്ട് കളവേ പറയൂ, അതേ ശീലിച്ചിട്ടുള്ളൂ. ആ നിർബന്ധമായി മറ്റുള്ളവർ സ്വീകരിക്കണം. ആ നിലപാട് ശരിയല്ല. ഒരു വാചകത്തിന്റെ തുണ്ട് ജിന്നുകളോട് പ്രാർത്ഥിക്കാന്ന് മുജാഹിദുകൾ പറഞ്ഞത്രേ. അങ്ങനെ വാദിക്കണത്രേ. ശൈത്താനോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു അത്രേ. നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ? ഇത് ടിപിക്കുള്ള മറുപടിയാണ്. പണ്ട് അമ്പലക്കടവിനുള്ള മറുപടിയായിരുന്നു. ഇപ്പോൾ കണ്ണാടിയിൽ നോക്കി പറഞ്ഞ അനസ് മൗലവിക്കുള്ള മറുപടിയാണ് അല്ലെ? കളവേ പറയുന്ന ഇതുകൊണ്ട് എന്തിനാ നടക്കണേന്ന? എവിടെയാണ് ആ തുണ്ട്? തരൂ. നിങ്ങളെന്ന് ചോദിച്ച ആ തുണ്ട് ഞങ്ങൾ പുളിക്കൽ വീണ്ടും ചോദിക്കുന്നു. അനസ് മൗലവി, നിങ്ങളെ വിളിച്ചാൽ കിട്ടുമെങ്കിൽ, നിങ്ങൾ വരുമെങ്കിൽ, നിങ്ങൾക്ക് വന്നാൽ ഉത്തരിക്കാൻ പറ്റുമെങ്കിൽ
തരൂ. ആ തുണ്ട് തന്ന ഞങ്ങൾ TP-യോട് സെക്രട്ടേറിയറ്റിൽ വെച്ച് പറഞ്ഞതാ. TP ഇത് മെല്ലെ മീറ്റിംഗിൽ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയ സമയത്ത്, സർ നിങ്ങളിത് മൊത്തത്തിൽ പറയരുത്, അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് മൊത്തത്തിൽ പറഞ്ഞു പോയപ്പോ ആളെ പറയൂ. നിങ്ങൾ ആളെ പറഞ്ഞാൽ അയാളെ ചെവിക്ക് പിടിച്ച് അയാളെ പുറത്തു നിർത്താൻ നിങ്ങളുടെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും. ഇല്ലാതെ കാടടിക്ക് വെടിവെക്കരുത് സർ. മീറ്റിംഗിലെ ചർച്ച ഫീൽഡിലേക്ക് എത്തുമ്പോഴേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് പ്രവർത്തകർ തമ്മിൽ തെറ്റിക്കരുത് സർ എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പലവരും ബഹുമാനായ TP-യോട് എല്ലാവരും ആവർത്തിച്ചിട്ടുണ്ട്. ആ ചോദ്യം ഞങ്ങൾ വീണ്ടും ചോദിക്കുക. ഇവിടെ വന്ന ഹനീഫ് കായക്കൊടി കയ്യും ഹാദറും ഖാദറുമായ ജിന്നി കഷ്ടപ്പെടാൻ മുപ്പര്, മരിച്ച ജിന്നി മരിക്കാത്ത ജിന്നി, ഈ ചർച്ചയും മസലൊക്കെ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്ന കാലത്തില്ലേ ഇട്ടുകൊടുക്കും. ഈ വിഭാഗത്തിന്റെ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ശക്തി കേന്ദ്രമാണ് നന്ദി. ആ നന്ദിയിൽ വന്ന് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഈ വിഷയം പ്രസംഗിച്ച് സംസാരിച്ചു. അന്നവിടെ പ്രസംഗിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകൾ അവരുടെ പ്രസംഗങ്ങളിൽ എഴുതുകയോ ജിന്നുകളോട് പ്രാർത്ഥന നടത്തിയാൽ അത് ശിർക്കാവുകയില്ലെന്ന് മുജാഹിദുകൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തതായി നിങ്ങൾ തെളിയിച്ചാൽ, ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിലുണ്ടെങ്കിൽ നാളെ അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഈ നന്ദി അങ്ങാടിയിൽ നിങ്ങൾ ഒട്ടിച്ചാൽ, അന്നവിടെ പോലീസുകാരുണ്ട്, ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, നാളെ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം നന്ദി പള്ളി പൂട്ടി താക്കോല് ഞാൻ ദാറുസ്സലാം അറബിക് കോളേജിൽ കൊണ്ടുവന്നു തരും. നമ്മൾ പറഞ്ഞിട്ടില്ല, പിന്നെ നമുക്ക് ധൈര്യത്തെ പറയാലോ. അങ്ങനെ അല്ലാഹുവിന്റെ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇത് നമ്മൾ പറഞ്ഞു. ഇന്നേ വരെ, ഇന്നത്തെ തീയതി വരെ നന്ദിയിൽ പിന്നെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പ്രസംഗിച്ചിട്ടില്ല. എന്തേ പ്രസംഗിക്കാത്തത്? എന്തേ ഒരു പോസ്റ്റർ പോലും ഒട്ടിക്കാത്തത്? ഹാജരാക്കാൻ കഴിഞ്ഞില്ല. ഇത് അവര് പറഞ്ഞപ്പോ സലാത്തുല്ലമയും വിചാരിച്ചുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ കണ്ടല്ലോ, കുറെ മഗ്‌രിബ് നമ്മൾ നിസ്കരിച്ചു അല്ലേ? നാളത്തെ മഗ്‌രിബ് നിസ്കാരത്തിന്റെ ശേഷം എന്ന് പറഞ്ഞിട്ട് കുറെ മഗ്‌രിബ് നമ്മൾ നിസ്കരിച്ചു. ഹനീഫ് കായക്കൊടി, നിങ്ങൾ പറയേണ്ടത് ഇതാണ്, നിങ്ങൾ പറയേണ്ടത് ഇതാണ്. വേദി കെട്ടിയിട്ട് ആളുകൾക്കെതിരിൽ സാമ്പത്തിക ആരോപണം, അല്ലാത്ത നിലക്കുള്ള ആരോപണങ്ങൾ ഇത് ഉന്നയിച്ച് നടക്കുന്നതിന് പകരം നന്ദിപ്പള്ളി EK വിഭാഗത്തിന് കൊടുക്കണോ വേണ്ടേ? പറയൂ. നിങ്ങൾ പോലീസുകാരെ സാക്ഷി നിർത്തി നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറിയോ ഇല്ലയോ? പറയണം നിങ്ങൾ. അപ്പൊ ആ നാല് വരിയെ അത്ര സ്ട്രോങ് ആയി എതിർത്തു. എന്റെ സംശയം എന്താ അറിയോ? അന്ന് ഈ ചർച്ചക്ക് നിങ്ങൾക്ക് അറിയാനിട്ടാ? അന്ന് ഈ 4 വരി ശിർക്കായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാനിട്ടാ? അന്ന് എങ്കിൽ ഇതിലിഞ്ഞിപ്പോ ഒരു സംഘടനാപരമായ ഒരു മാനേജ്മെന്റിന് വേണ്ടിയാണെങ്കിൽ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങിയതിന്റെ ശേഷം ഏതെങ്കിലും ഒരു പ്രവർത്തകനോട് പറഞ്ഞുകൂടായിരുന്നോ? ഏതെങ്കിലും ഒരു പ്രവർത്തകനോട് പറഞ്ഞുകൂടായിരുന്നോ? സംഗതി എങ്ങനെയൊക്കെയാണ്? ശിർക്കൊക്കെ തന്നെയാണ്, പക്ഷെ ഞാൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണെന്ന് പറഞ്ഞുകൂടായിരുന്നോ? സുഹൃത്തുക്കളെ, തഖിയ്യത്ത് അഹ്ലുസുന്നക്കുണ്ടോ? ഉള്ളിലൊന്ന് ഒളിപ്പിച്ചു വെക്കലും വേറെ ഒന്ന് പറയലും അഹ്ലുസുന്നയുടെ ലൈനാണോ? അല്ല എന്നല്ലേ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട മുഖാമുഖങ്ങളിലൂടെ ഹനീഫ് കായക്കൊടിയും അനസ് മൗലവിയും ഒക്കെ കേരളത്തിലെ മുജാഹിദുകളെയും അല്ലാത്തവരെയും യഥാർത്ഥത്തിൽ പഠിപ്പിച്ചത്? എന്നിട്ട് അതിന്റെ അടുക്ക് അതിലേറെ വലിയൊരു തമാശ എന്താ? അതിന്റെ ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഏറ്റവും കത്തി നിൽക്കുമ്പോ ഹനീഫ് കായക്കൊടി സ്റ്റേജിൽ നിന്ന് ഇട്ടുകൊടുത്ത ചോദ്യങ്ങൾ സാധാരണക്കാരൻ ചോദിച്ച് രംഗം വേർതിരിഞ്ഞുരുത്തിരിഞ്ഞു വന്നപ്പോ എല്ലാം നഷ്ടപ്പെട്ടവൻ അല്ലെ, എല്ലാം നഷ്ടപ്പെട്ടവന്റെ നിരാശ. എന്നാല് എനിക്കൊക്കെ നഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ബാക്കിയുള്ളവരും കൂടി വെടിവെച്ച് കൊല്ലട്ടെ എന്ന് വിചാരിച്ച് വെടിവെച്ച് ഒന്ന് ആത്മഹത്യ ചെയ്ത കുറെ കഥ ലോക ചരിത്രത്തിലുണ്ട്. അങ്ങനത്തെ ഒരു കഥ ഇവിടെ. ഏതാ സത്യധാര? TP-യെ സംബന്ധിച്ച് ഈ വാചകം ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഉപയോഗിച്ച പ്രയോഗം ഞാൻ ബോധപൂർവ്വം ഉപയോഗിച്ചു തന്നെയാണ്. ഇത് അത്രമാത്രം ക്രൂരമാണ്. എന്താ? മുജാഹിദുകളിൽ ഒരാളോട് പോലും പറഞ്ഞില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു ഘടകത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് ആഴ്ചയിൽ 4 വട്ടം ഞാനൊക്കെ TP-യുടെ ഓഫീസിൽ പോകാറുണ്ട്. TP-യെ കാണാൻ അവസാന സമയത്ത് മാത്രമേ കാണാൻ പറ്റാതിരുന്നിട്ടുള്ളൂ. ചെന്നാ അവിടെ ഭയങ്കര ടീമായിരിക്കും, പുറത്തങ്ങനെ കാത്തുക്കും. അവിടെ ചർച്ചയോട് ചർച്ച, പിന്നെയും ചർച്ച. രാത്രി 10 മണിക്ക് ശേഷം മീറ്റിംഗ് കൂടരുത് എന്ന് നമ്മളോട് ഇങ്ങനെ കണ്ണൊക്കെ ഉരുട്ടി പറയുന്ന ആളുകൾ 3 മണിക്കും മീറ്റിംഗ്, 4 മണിക്കും മീറ്റിംഗ്, 5 മണിക്ക് മീറ്റിംഗ് കഴിഞ്ഞു പോയിട്ട് പിന്നെ രാവിലെ 6 മണിക്ക് പിന്നെ മീറ്റിംഗ് അല്ലെ? ആ കാലത്ത് ചിലപ്പോ TP-യെ കാണാൻ പിന്നെ വല്ലാതെ കഴിഞ്ഞിട്ടുണ്ടാവില്ല. കത്ത് കൊടുക്കലായിരുന്നു ഒക്കെ, എല്ലാതും കത്ത് കൊടുത്ത് ഏൽപ്പിക്കും. ഇവിടെ ഇതിൽ അദ്ദേഹം പറഞ്ഞ എന്താ? ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗം ഉണ്ട്, നുണ നമ്പർ 1. ജിന്നിനോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കല്ല, നുണ നമ്പർ 2.
ജിന്നിനോട് പ്രാർത്ഥിക്കുന്നത് വസീലത്ത് ശിർക്ക് ആകുള്ളൂ എന്നവർ പറയുന്നു. നുണ നമ്പർ 3. 3 നുണ പറഞ്ഞു എന്നുള്ളതിലേറെ ഗൗരവം എന്താ അറിയോ? മറ്റൊരു പത്രത്തിന്, സത്യധാര എന്ന് പറയുന്ന ഒരു പത്രത്തിന്, അല്ലെ, ബഹുമാനനായ ജബ്ബാർ മൗലവി അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, അദ്ദേഹം എഴുതിയ 4 വരികളെ 6-7 കൊല്ലം അത് ശക്തമായി അതിൽ ശിർക്കില്ലെന്ന് സ്ഥാപിക്കാൻ പ്രവർത്തകർ വിയർപ്പൊഴുക്കുമ്പോ അടുത്ത വെളിപ്പെടുത്തൽ അതിന്റെ പ്രസിഡന്റ് എന്താ, ഇതങ്ങനെയാണെങ്കിൽ 5 കൊല്ലം മുമ്പുള്ള ചർച്ചയാണല്ലോ, എന്താ അങ്ങനെയെന്ന് വെച്ചപ്പോ അത് എനിക്ക് ബാധകല്ല, ഞാൻ അന്ന് തന്നെ അത് ശിർക്കാന്ന് വിശ്വസിച്ച ആളാണ്. ഇതിന്റെ ന്യായീകരണം എന്താ? ഹുസൈൻ മടവൂരി അൽ-ഇർഫാദിന് അഭിമുഖം കൊടുത്തപ്പോ, CP ഉമർ സുല്ലമി മറ്റൊരു പത്രത്തിന് അഭിമുഖം കൊടുത്തപ്പോ, സലാം സുല്ലമി മറ്റൊരു ഖുറാഫി പത്രത്തിന് അഭിമുഖം കൊടുത്തപ്പോ അത് ഉയർത്തിപ്പിടിച്ച് ജനങ്ങളെ മുന്നിൽ ഗർജിച്ച ചില സിംഹങ്ങൾക്ക് ഇപ്പോൾ സട നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, അവർക്ക് കൈ പൊങ്ങുന്നില്ല, അല്ലെ? ഇങ്ങനത്തെ ചില ചോദ്യാവലികൾ ബാക്കിയുണ്ട്. ആ ചോദ്യാവലികൾ ബാക്കി നിൽക്കുന്ന അത്രയും കാലം സംഘടന, ലെറ്റർ പേഡ്, സീല്, ഇത് മുഴുവൻ സുഹൃത്തുക്കളെ അലമാറയിൽ സൂക്ഷിക്കുന്ന ഒരു മ്യൂസിയത്തിലെ ഓർമ്മക്കുറിപ്പുകൾ മാത്രമായിരിക്കുന്നു. ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. മനസ്സിലായോ? ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രവും പാരമ്പര്യവുമുള്ള തറവാട്ടിലെ ആളുകൾ അവര് കേൾക്കരുത് പോകരുത് എന്നറിഞ്ഞ് നിൽക്കണവരല്ല. അങ്ങനെയൊക്കെ സർക്കുലർ വന്നിട്ടല്ലോ. ചില കാരണന്മാരൊക്കെ എന്താ സർക്കുലറിൽ അങ്ങനെയല്ലേ എന്നാ ചോദിക്കണേ. സർക്കുലർ പറഞ്ഞ KM മൗലവിന്റെ കാലത്തെ സർക്കുലർ അല്ല ഇന്നത്തെ സർക്കുലർ. KM മൗലവിന്റെ കാലത്ത് മീറ്റിംഗ് കൂടി ആ സർക്കുലറിൽ എഴുതിയൊരു വാചകം ഒന്നും എടുക്കാനും വെക്കാനൊന്നും ഉണ്ടാവില്ല. അത് തീരുമാനമായില്ലെങ്കിൽ അടുത്ത യോഗത്തേക്ക് വിട്ട് സബ് കമ്മിറ്റിനെ ഏൽപ്പിച്ച് പഠിച്ചിട്ടാ സർക്കുലർ. മറ്റേത് എറണാകുളത്ത് നിന്ന് ഒരാൾ വണ്ടിയിൽ ഇരിക്കുന്നു, മൂപ്പര് ചെവി ഫോണിൽ വെക്കുന്നു. പത്തപ്പുരത്ത് നിന്ന് ഒരാൾ ഇരിക്കുന്നു, മൂപ്പര് ചെവിയിൽ ഫോൺ വെക്കുന്നു, തീരുമാനം എടുക്കുന്നു. അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ട്. എന്റെ കയ്യിൽ സർക്കുലർ ഉണ്ട്. MSMന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടിയ സർക്കുലർ ഉണ്ട്. പെൺകുട്ടികളെ ഇനി മുതൽ പരിപാടികളിൽ പങ്കെടുപ്പിക്കരുത്, പെൺകുട്ടികളെ ഇനി മുതൽ പ്രോഗ്രാമുകളിൽ പങ്കെടുപ്പിക്കരുത്. ആയിക്കോട്ടെ, പ്രോഗ്രാമുകളിൽ പങ്കെടുപ്പിക്കണ്ട, പക്ഷേ മാന്യതയും സംസ്കാരമൊക്കെ കീപ്പ് ചെയ്യണം എന്നുള്ളൊരു വാചകയിലുണ്ട്. പല സംതിങ് ഉണ്ടല്ലോ, അത് അറിയണല്ലോ. ചോദിച്ചപ്പോ അത് കഴിഞ്ഞ് അടുത്ത മീത് സ്കോളർ നേതൃത്വത്തിന്റെ നിർദ്ദേശമല്ലേ, അംഗീകരിക്കണല്ലോ, അല്ലെ? അപ്പോ അടുത്ത മീത് സ്കോളറിന് പെൺകുട്ടികള് വരാൻ നിൽക്കുന്ന പെൺകുട്ടികളൊക്കെ വിളിച്ചറിയിച്ചു, വരണ്ട, നിങ്ങൾ പോയിക്കോളയും, നിങ്ങളോട് വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്, അറിയിച്ചു. കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ട്. വന്ന JDT ക്യാമ്പസിലുള്ള 10 കുട്ടികളെ കാര്യത്തിൽ എന്ത് ചെയ്യണം? ഓല് നമ്മളെ ടീമിൽ പെട്ടവരൊന്നല്ല, ഒരേതോ സംഘടനയിലോ ഏതോ പ്രസ്ഥാനത്തിലോ കുടുംബത്തിലോ ഒക്കെ ഉള്ളവരാ. ഓരെ തിരിച്ചു പറഞ്ഞേക്കണോ വേണ്ടേ? ഉച്ചവരെ അവിടെ ഇരുന്നോട്ടെ, കഴിഞ്ഞിട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ. വന്നപ്പോ പാലത്ത് വന്നിട്ട് ഇവിടെ പെൺകുട്ടികളെ കാണില്ലല്ലോ, എന്താ പെൺകുട്ടികളെ കാണാത്തത്? അപ്പൊ സർക്കുലർ എടുത്ത് കാണിച്ചെടുത്ത കുട്ടികൾ, സാർ ഇങ്ങനെ ഒരു തീരുമാനം. അപ്പൊ മൂപ്പരെ ഇങ്ങനെ ഒന്നുകൂടി വായിച്ചു വെക്കുക. വേണോ? എനിക്ക് സമയമല്ല, എത്രണ്ണം വേണം? സെക്രട്ടേറിയറ്റ് അറിയാത്ത തീരുമാനങ്ങൾ ഉണ്ട്. അതുകൊണ്ട് സർക്കുലർ വലിയ സംഭവമാണ് നിങ്ങൾ വിചാരിക്കേണ്ടെന്ന് ചുരുക്കം. സുഹൃത്തുക്കളെ, TP ഇത് ചെയ്ത ഈ അക്രമം 5 കൊല്ലം ഇത് മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചു, അല്ലെ? 5 കൊല്ലം ഇത് മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചു. എന്തേ TP വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് ഐക്യ ചർച്ച വന്നത്? അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനത്തെ ഒരു തീനാളം കത്തിയിരുന്നു. TK അഷ്റഫിനെ കാണാൻ ഐക്യ ചർച്ചയ്ക്ക് അദ്ദേഹത്തിന്റെ നിലപാട്, ISMന്റെ നിലപാട് അനുകൂലമാക്കാൻ കോട്ടക്കലെത്തിയപ്പോ APയും DPയും വണ്ടി എടുത്ത് എന്നല്ലോ ചികിത്സ ചെയ്യുന്ന സ്ഥലത്തേക്ക്. TK അഷ്റഫ് ചോദിച്ചു, സർ നമ്മള് മൻഹജു സലഫിലും ഫിർഖത്തു നാജിയിലും അല്ലേ വിജയിച്ച കക്ഷിയല്ലേ, പിന്നെന്താ സർ പ്രശ്നം എന്ന് വെച്ചപ്പോ TPന്റെ സംശയം, നമ്മളിപ്പോ ഇനി ഫിർഖത്തു നാജിയിലാണോ? ഈ സംശയം പ്രകടിപ്പിച്ച ഒരു പ്രസിഡന്റിനെ വെച്ച് നമ്മൾ പോന്നു, അല്ലേ? അപ്പോ അദ്ദേഹം കുറച്ച് കനത്തിൽ പ്രതികരിച്ചപ്പോൾ TP മേലെ ടെസ്റ്റ് ചെയ്തു. അപ്പൊ ഇതൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. മുജാഹിദുകൾ മുഴുവൻ സർക്കിലാണ്, എന്നിട്ട് ഒരാളോട് പറഞ്ഞില്ല, ഒരൊറ്റാളോട് പറഞ്ഞില്ല. അദ്ദേഹത്തെ ഞാൻ സാധാരണ ഈ വിഷയം പറയുമ്പോൾ പറയാറുണ്ട്, അതത്ര നമ്മളൊക്കെ അത്ര സ്വാധീനിച്ച വിഷയമായതുകൊണ്ട്. അദ്ദേഹത്തിന് ഓപ്പറേഷൻ നടക്കുകയാണ്. ഓപ്പറേഷൻ നടക്കുമ്പോൾ ഒരു പ്രവർത്തകൻ മറ്റൊരു പ്രവർത്തകനെ വിളിച്ച് പറയാം, TPന്റെ ഓപ്പറേഷൻ നടക്കുന്നുണ്ട്, നിങ്ങളെ ഹറമിലൊന്ന് പോയി പ്രാർത്ഥിക്കണം. ഞാൻ നേരിട്ട് കേട്ടത് എനിക്കറിയാം. അങ്ങനെ സ്നേഹിച്ച പ്രവർത്തകരുടെ മുന്നിൽ ഇത് ഒളിപ്പിച്ചു വെച്ച അവസാനം നിങ്ങൾ കടലുണ്ടിയിലെ ബാലവേദി കുട്ടിനോട് പറഞ്ഞാൽ മതിയായിരുന്നു. ആ കുട്ടി വിളിച്ചു പറയും ലോകത്തോട്, TP നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, കാരണം ശിർക്ക് മുജാഹിദുകൾ അങ്ങനെ കൈകാര്യം ചെയ്യുന്ന വിഷയമാണ്. ഇരിക്കട്ടെ, ഏതാണെങ്കിലും TP ഇതെങ്ങനെ ശിർക്കാക്കിയാലും ശിർക്കാകൂല. 2011 ജൂൺ മാസത്തിലെ 5-ാം തീയതി വരെ അബ്ദുറഹ്മാൻ സലഫിക്കും ഇത് ശിർക്കല്ല എന്നുള്ളതിന്റെ രേഖ എന്റെ കയ്യിലുണ്ട്.
2011 ജൂൺ 5 യോഗം മുജാഹിദ് പ്രസ്ഥാനത്തെ കുളിപ്പിച്ച് കിടത്താനുള്ള ഗ്രൂപ്പ് മീറ്റിംഗ് ആയിരുന്നു. ഞാൻ വെറുതെ പറഞ്ഞല്ല, കരിവള്ളി മുഹമ്മദ് മൗലവി അതിനെതിരിൽ കംപ്ലൈന്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതൊന്നും കാര്യമില്ല, അതുകൊണ്ടൊന്നും കാര്യമില്ല അല്ലേ? വിരോധമുള്ളവരോട് വിരോധം വെച്ചിട്ട് ചില ആൾക്കാർ മറുഭാഗത്ത് നിൽക്കുകയാണ്, ഇപ്പുറത്ത് നിൽക്കുകയാണെന്നൊക്കെയാണ്. വിരോധത്തിന്റെ ഫയലും അതേപോലെ തന്നെ അനുകമ്പയുടെ ഫയലും ചില ആളുകൾ ചില പരാതികൾ കൊടുത്ത ഒരിക്കലും സ്വീകരിക്കപ്പെടാതെ എടുത്തേക്കാൻ വേണ്ടിയുള്ള ഒരു ഫയൽ അവിടെ ഉണ്ട്. ആ ഫയലിലേക്ക് പോയി കരുവള്ളിയുടെ കരുവള്ളി കത്ത് തന്നിട്ടുണ്ടോ? പറയണം. അതിനെ സംബന്ധിച്ച് എന്തുണ്ടായി? ഒന്നും ഉണ്ടായിട്ടില്ല. ആ കരിവള്ളി മുഹമ്മദ് മൗലവി അടക്കമുള്ളവർ കംപ്ലൈന്റ് പോസ്റ്റ് ചെയ്ത യോഗം, അതിൽ അബ്ദുറഹ്മാൻ സലഫി നടത്തിയ പ്രസംഗം, ഹനീഫ് കായക്കൊടി റെക്കോർഡ് ചെയ്ത പ്രസംഗം, ആ റെക്കോർഡ് ചെയ്ത പ്രസംഗത്തിലെ ഒരു ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാണ്. ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്കാക്കാൻ പ്രയാസമാണ്. 2011 ജൂൺ 5 ദിവസം ഉച്ചയ്ക്ക് ശേഷമുള്ള ചർച്ചയിലാണെന്ന് എനിക്ക് മനസ്സിലാണത്. അദ്ദേഹം പറഞ്ഞ വാചകാണിത്. ആര്? അബ്ദുറഹ്മാൻ സൽഫി പറഞ്ഞ വാചകം, മുജാഹിദ് പ്രസ്ഥാനത്തെ സംരക്ഷിക്കുന്ന കാര്യം അല്ലെ, അതിന്റെ ആശയാദർശങ്ങളെ സംരക്ഷിക്കുന്ന കാര്യം റബ്ബേറ്റെടുത്തതുകൊണ്ട് അദ്ദേഹം റെക്കോർഡ് ചെയ്തു. ഹനീഫ് കായക്കൊടി ഇവിടെ അദ്ദേഹത്തിന്റെ ഉള്ളൊരു റിപ്ലൈക്കുള്ള പരിപാടിയിൽ അത് ഇടാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി. അബ്ദുറഹ്മാൻ സൽഫി പറയണത് നിങ്ങൾ കേട്ടോളൂ. ജിന്നിനോട് സഹായം തേടുക എന്നുള്ളത് അവനല്ല. ഇത് സൂക്ഷ്മമായിട്ട് ഞാൻ പറയുന്നത്, ഒരു ജിന്നിന്റെ കഴിവുപെട്ട ഒരു കാര്യം ജിന്ന് ചെയ്യുന്നതിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ അവരോട് ഇങ്ങനെ പോയി എന്നിട്ട് ആ കഴിവിൽപ്പെട്ട കാര്യം ജിന്ന് ചെയ്യുകയാണെങ്കിലോ എന്നിങ്ങനെ പറഞ്ഞു പോയി അതിന്റെ വാചകങ്ങൾ ഓരോന്നോടും എടുത്തു നോക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ഓരോ കുടിച്ചിരിക്കാൻ പറ്റുന്ന നിലക്ക് ഓരോ എഴുതിയതിൽ കാണാം. ഓരോ നമ്മൾ ആവശ്യമില്ലാത്തടത്തേക്ക് നമ്മൾ പോകണ്ട. ഞാൻ ആ ലേഖനങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയിട്ടുണ്ട്. മനുഷ്യന്റെ കഴിവ്, ജിന്നിന്റെ കഴിവ്, ഒരു ആനക്ക് കഴിവ്. ആനനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ആനന്റെ കഴിവിന്, മനുഷ്യന്റെ കഴിവിനല്ല. പക്ഷെ ജിന്നും ആന തമ്മിലുള്ള വ്യത്യാസം. ആന നമ്മൾ കാണും, മരപ്പലിക്ക് ആന പറ്റും, അതുകൊണ്ട് ആന ഉപയോഗിച്ചിട്ട് നമ്മൾ മരപ്പലിക്കുന്നുണ്ട്. ജിന്നിനെ നമ്മൾ കാണാത്ത ഈ സാധനത്തിന്റെ കഴിവും പറഞ്ഞുകൊണ്ട് ആ കഴിവിൽ പറ്റുന്ന സാഹചര്യം ഇത്ര വലിയ ബുദ്ധിമുട്ട് പോകാറില്ല. എന്നാലും അതിനപ്പുറം ഈ സഹായം ചോദിക്കൊണ്ട് ചെന്നെത്തിക്കുന്നത് അവസാനം ശിർക്കാണ്. ഞാൻ ആദ്യം പറഞ്ഞ ഭാഗം രണ്ടാമത് കേൾപ്പിക്കാം. ചെന്നെത്തിക്കുന്നത് അവസാനം ശിർക്കിലേക്കാണ്. അതിന്റെ അറബിയാണ് വസീലത്തുൽ ഇല ശിർക്ക്. ചെന്നെത്തിക്കുന്നത് ശിർക്കിലേക്കാണ്. അപ്പൊ 2011 ജൂൺ 5 അദ്ദേഹം തന്നെ നിശ്ചയിച്ച മാനദണ്ഡം അനുസരിച്ച് അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്ത് നിന്ന് പുറത്താകാൻ യോഗ്യനാണ്. അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്ത് നിന്ന് പുറത്തു പോകേണ്ട ആളാണ്. അദ്ദേഹത്തെ പുറത്താക്കേണ്ടതാണ്. അദ്ദേഹം എഴുതിയ കത്ത് അദ്ദേഹത്തിന് തന്നെ പോസ്റ്റ് ചെയ്യേണ്ടതാണ്. ഡോക്ടർ കുഞ്ഞിന്റെ അടുത്ത് കൊടുത്ത ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെടുത്തേണ്ടതാണ്. ജിന്നിനോടുള്ള സഹായതേട്ടത്തിൽ വസീലത്ത് ശിർക്കാകുന്നതുണ്ട് എന്ന് മുജാഹിദ് പ്രസ്ഥാനം പൊളിച്ചടിക്കാൻ വേണ്ടി കൂടിയ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇനി അത് ശിർക്കാക്കാൻ ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്കാക്കാൻ പ്രയാസാണെന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടോളി. ഒരു മുവഹിദായ ഒരാൾ ഇങ്ങനെ പറഞ്ഞിങ്ങനെ വെക്കുമ്പോ ആ വാചകത്തിൽ നമുക്ക് പിടിച്ച് ശിർക്കാക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ ഘടകപ്രസംഗത്തിന്റെ ഫീൽഡിൽ തന്നെ നിൽക്കുന്ന സക്കരിയാന്റെ വാക്കുകൾ ഒരു വാചകത്തിന്റെ ഇടയിൽ വെച്ചിട്ട് പറയുന്ന പോലെയല്ല ലേഖനം മുഴുവൻ വായിക്കാനുണ്ടാകുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത ഈ ലാബ് ടെക്നീഷ്യന്റെ പണിക്ക് അത് പറഞ്ഞാൽ നമുക്ക് ഈ പച്ചയിൽ തുറന്ന് പറഞ്ഞാൽ അത് ജിന്നിനോട് സഹായം തേടുന്നത് ശരിക്കാണ്. അത് സഹായം തേടാം എന്ന് ഉള്ള വാദം മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആരും പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ മുജാഹിദ് എല്ലാവരും ശരിക്കുക എന്ന് പറഞ്ഞാൽ മതി. മറ്റീതല്ല അവിടെ അത് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടുള്ളത് എടുത്തു നോക്കുകയാണെങ്കിൽ മിക്ക ലേഖനങ്ങളിൽ നിന്നും അത് ടോട്ടൽ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ വരുന്നത് ജിന്നിന്റെ കഴിവ്, മനസ്സിന്റെ മനുഷ്യന്റെ കഴിവ്, ഓരോരുത്തർക്കും അവനവന്റെ കഴിവനുസരിച്ച് ചെയ്യാൻ കഴിയും. അതനുസരിച്ച് ചെയ്യുന്നത് എന്തല്ല അഭൗതികമായ മാർഗമല്ല എന്നൊക്കെ പറഞ്ഞ് വാചകത്തുമ്പോൾ പിടിച്ചു നിൽക്കാനൊക്കെ ചിലപ്പോൾ കഴിയുന്നത്. നമുക്ക് അങ്ങനെ പിടിച്ചു നിന്നാലും ജിന്നിനോട് സഹായം തേടാം എന്ന് പ്രസംഗിക്കാനോ വാദിക്കാനോ എഴുതാനോ പാടില്ല. ഇതാണ് ആ കാര്യത്തിൽ നമുക്ക് സ്വീകരിക്കാവുന്നത്. അന്ന് അങ്ങനെയായിരുന്നു. ഇപ്പൊ മൂപ്പര് ലാബ് ടെക്നീഷ്യന്റെ പണി തുടങ്ങി. ഇതൊക്കെ ചോദിച്ചാൽ അതിന് മറുപടിക്ക് വേണ്ടി മറ്റേ വലിയ വണ്ടിയിൽ വന്നിട്ട് ഇറങ്ങിയിട്ട് എന്താ മറുപടി? മുജാഹിദുകൾ ആരെങ്കിലും ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ഗോപിണ്ട്. ഗോപിക്ക് എന്താ മെമ്പർഷിപ്പ് കൊടുത്ത്? KKP അബ്ദുള്ളക്ക് നിങ്ങൾ കൊടുക്കാൻ നോക്കിയാണ്. എന്ത്? ഡോക്ടർ ബഷീറിനെ ഓർഗനൈസറായി നിശ്ചയിച്ച് ഏതെങ്കിലും ഗോപിക്ക് കൊടുത്ത വിവരം ഞങ്ങളെടുത്തില്ല.
അപ്പൊ സുഹൃത്തുക്കളെ, ഇത് വിഷയം ക്ലിയറാണ്. ഇതിങ്ങനെ വെച്ചിട്ട് ഇതിമങ്ങനെ സങ്കടപ്പെട്ട് മസ്സിലാക്കിയിട്ട് പോവുക. സാധാരണ കള്ളക്കടത്തേര് പറ്റി സാധാരണ പറയാറുണ്ട്. കള്ളക്കടത്തേര് ചെയ്യുന്ന പണിനെ പറ്റി പലപ്പോഴും പലരും പറയാറുണ്ട്. എന്താ, കള്ളക്കടത്തിന്റെ സാധനം ഏറ്റവും ലാസ്റ്റ് വണ്ടിയിൽ, മുന്നിൽ വേറെ 2 വണ്ടി. ചെക്ക് പോസ്റ്റിലെത്തുമ്പോ പോയിട്ട് രേഖയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അതിൽ നല്ല രേഖയുണ്ടാവും, ഭയങ്കര വർത്താനം പോലീസുകാരോട്. ഇതിന്റെ ഇടയ്ക്ക് ബാക്കിലെ വണ്ടി പോയിട്ടുണ്ടാവും, ബാക്കിൽ സാധനമുള്ള വണ്ടി പോയിട്ടുണ്ടാകും. ഈ പരിപാടിയാണ് നടത്തുന്നത്. നമ്മളെടുത്ത് നേരെ ജിന്നിന്റെയും സിഹിറിന്റെ ഒക്കെ മസല എന്നിട്ട് റുക്കിയ ശറിയാ പുളിക്കൽ നടന്നത് ഏത് റുക്കിയാണ്, എങ്ങനെയാണ്, ഇപ്പുറത്താണോ അപ്പുറത്താണോ, ജിന്ന് മരിച്ചിട്ടുണ്ടോ ജീവിച്ചിട്ടുണ്ടോ, ഹയ്യാണോ ഹാദറാണോ ഖാദറാണോ, ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ ചർച്ചയ്ക്ക് എന്നിട്ട് അപ്പുറത്ത് ശാഖ ഇലക്ഷൻ ഫുൾ, പിന്നെ മേഖലാ ഇലക്ഷൻ ഫുൾ, പിന്നെ മണ്ഡല ഇലക്ഷൻ കഴിഞ്ഞ് ജില്ലാ ഇലക്ഷൻ എത്തുമ്പോ കുറച്ച് ടൈറ്റ് അല്ലേ. അപ്പൊ വേറെന്തെങ്കിലും ഒച്ചയുംപൊടി എന്നിട്ടും നടക്കണില്ല എന്ന് കണ്ടപ്പോ ഇതാ 80 ലക്ഷം കട്ടിരിക്കുന്നു PN, 60 ലക്ഷം ഓട്ടിച്ചിരിക്കുന്നു MSMകാർ. അങ്ങനെയുണ്ട്. അയിമക്കണോ ഒതുങ്ങണ കുറച്ച് ആൾക്കാരുണ്ടാവും, ഓലൊതുക്കാൻ വേണ്ടി ഈ പരിപാടിയാണ് നടക്കുന്നത്. സാധാരണ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ കുട്ടി ഭയങ്കര കരച്ചില് അല്ലെ, കുട്ടി ഭയങ്കര കരച്ചിൽ, എനിക്ക് എന്തായാലും ഉപ്പച്ചിന്റെ കൂടെ പോകണം. ഇപ്പൊ വാപ്പ എന്തെന്നറിയോ, വാപ്പ അങ്ങനെ ഒരു മുട്ടായി എടുത്തിട്ട് കൊടുക്കുന്ന മോനെ, അതോടുകൂടെ മോന്റെ വിഷയാകം മാറി, ഇജ്ജ് പോകപ്പച്ചേ അച്ഛൻ പോയിക്കോ അല്ലെ. പിന്നെ ആ മിഠായും എന്റെ കവറും ഇതിന്റെ കളറ് മിഠായിന്റെ രസം ഇതാ സത്യത്തിൽ നടന്നത്. ഇതാ കാരണന്മാരെ മുന്നിക്ക് കണ്ടോ, ഇതാ വരുന്ന ശിർക്ക് നേട്ട മുജാഹിദുകൾ ഇളകും. കാരണം എന്താ, അവരെ ജീവൻ പണയം വെച്ചിട്ടാണ് ഈ ആദർശം കൊണ്ട് നിൽക്കണത്. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ വാപ്പിയും ബാക്കിയുള്ളവരൊക്കെ ചർച്ച ചെയ്യാം. ഓന്റെ മയ്യത്ത് പറ്റി നിസ്കരിച്ചോ? ഞാൻ നിസ്കരിച്ചില്ല, ഓനും ഓന്റെ ഓള് ഇവിടുന്ന് ഇറങ്ങിക്കോട്ടെ, എന്തിനാ നമ്മളെ ചെലവിൽ ഇവിടെ ജീവിക്കണേ അല്ലേ. ഇങ്ങനെ വന്നതാ മുജാഹിദുകൾ പലരും തൗഹീദിലേക്ക്. അപ്പൊ സുഹൃത്തുക്കളെ, ഇങ്ങനെ വന്നപ്പോ ഈ 4 വിഭാഗം കൂടി ചെയ്തത് എന്താ അറിയോ? ഞാൻ പറഞ്ഞല്ലോ, ജിന്നിനി മലക്കിനെ അബോധികാക്കി. അബ്ദുറഹ്മാൻ സലഫി അബോധികാക്കണം. നിങ്ങൾ കേട്ടോളി, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ലൈൻ എന്തായിരുന്നു എന്നിട്ട് നമുക്ക് പരിശോധിക്കാം. ആ ജിന്നിന്റെ കഴിവ് അദൃശ്യമായ കഴിവാണ്, അഭൗതികമായ കഴിവാണ്. അതുകൊണ്ട് അദൃശ്യമായ ജിന്നിനോട് ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നത് അദൃശ്യമായ രീതിയിലുള്ള ചോദ്യമാണ്, അഭൗതികമായ രീതിയിലുള്ള ചോദ്യമാണ്. അതുകൊണ്ടാണ് ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നതും ശിർക്കാണ് എന്ന് പറയുന്നത്. ഇത് സംശയിക്കണ്ട, ന്യായീകരിക്കാൻ പോകണ്ട. അതായത് ജിന്നിനോടുള്ള സഹായതേട്ടം ശിർക്കാക്കാൻ പ്രയാസം മുപ്പര് പറഞ്ഞല്ലോ. ആ പ്രയാസം മുപ്പര് വർത്താനത്തിൽ ശരിക്കുണ്ട്, വലിച്ചു നീട്ടി റെഡിയാക്കി അവസാനം ഉണ്ടാക്കാണ് ശിർക്ക്. ഇവിടെ ഇത് ജിന്നിന്റെ കഴിവ് അഭൗതികമാണ്, അദൃശ്യമാണ്, അഭൗതികമാണ് എന്ന് പറഞ്ഞ ഇതേ വാദം കേരളത്തിൽ ആർക്കല്ലേ? മുജാഹിദുകൾക്കാ. പുളിക്കലുള്ള മുജാഹിദുകളെ നെഞ്ചത്ത് കൈവച്ച് ചിന്തിച്ചോളൂ. പുളിക്കലുള്ളപ്പോഴുള്ള മുജാഹിദീങ്ങൾക്ക് മുജാഹിദാകാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അവർക്ക് കൊട്ടപ്പുറം സംവാദത്തിന്റെ തീഷ്ണമായ ഓർമ്മകൾ ഉണ്ടാവില്ല. അവർക്ക് വീട്ടിൽ നിന്ന് പടിയിറക്കപ്പെട്ടതിന്റെ വേദനകൾ ഉണ്ടാവില്ല. അവർക്ക് കല്ലേറ് കൊണ്ടതിന്റെ മുറിപ്പാടുകൾ തടവേണ്ടി വന്നിട്ടുണ്ടാവില്ല. അവിടെ മരുന്ന് വെച്ച് കെട്ടി കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. പക്ഷേ അബ്ദുറഹ്മാൻ സലഫി പൊളിച്ചിരിക്കുന്നു മുജാഹിദുകളുടെ തൗഹീദ്. എന്നിട്ട് മുജാഹിദുകളുടെ തൗഹീദ് കുറച്ചാളുകളെ പുറത്താക്കാനും സംഘടന അജണ്ട നടപ്പിലാക്കാനും സ്വന്തം സീറ്റ് സംരക്ഷിക്കാനും വേണ്ടി മുജാഹിദുകൾ ഇത്രയും കാലം ഭൗതികമാണ് എന്ന് പറഞ്ഞ ജിന്ന് അല്ലെ, ജിന്നിന്റെ കഴിവ് ഭൗതികമാണ് എന്ന് പഠിപ്പിച്ച അതേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തി അതിനെ അഭൗതികമാക്കിയിരിക്കുന്നു. കേൾക്കുക, 2007 ഫെബ്രുവരി 16 ഇറങ്ങിയ വിചിന്തനത്തിൽ ഒരു വാചകം. വിമർശകനായ ഫൈസിയെ ഈ വസ്തുത നേരത്തെ മുജാഹിദുകൾ ഉണർത്തിയതാണ്. ആ ഭാഗവും കാണുക. ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും അള്ളാഹു വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ വ്യവസ്ഥക്ക് അതീതമായ കഴിവുകൾ അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. ആ വ്യവസ്ഥക്ക് അതീതമായ കഴിവുകൾ അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. മലക്കുകളുടെയും ജിന്നുകളുടെയും കഴിവുകളുടെയും പ്രവർത്തനങ്ങളുടെയും കാര്യകാരണങ്ങൾ നമുക്ക് പിടികിട്ടുന്നില്ലെങ്കിലും അതെല്ലാം അവർക്ക് അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥ അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് 2007 ഫെബ്രുവരി 16 അതിനെക്കുറിച്ച് അഭൗതികമെന്നോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നോ ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയുകയില്ല.
മനസ്സിലായല്ലോ? ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയുകയില്ല. എന്നിട്ട് ഇസ്ലാഹ് കോട്ടിയാണ് 2004 ജനുവരി. എന്നിട്ട് അദ്ദേഹം പറയാണ്, അന്നും ഇന്നും എന്നും മുജാഹിദുകളുടെ നിലപാട് ഇതാണ് എന്നിരിക്കെ അവരുടെ തൗഹീദ് എങ്ങനെയാണ് പ്രതിസന്ധിയിലാവുക? ഇതന്നെയാണ് നമ്മുടെ ചോദ്യം. അന്നും ഇന്നും എന്നും വിചിന്തനം പറയുന്നിടത്ത് ഞങ്ങൾ നിൽക്കുന്നു. നിങ്ങൾ അവിടുന്ന് പോയി. 2011 ജൂൺ 5 ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്കാക്കാൻ പ്രയാസമാണ്. പോയി 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 അവസാനം ശിർക്കിലേക്ക് എത്താനുള്ള സാധ്യത, വസീലത്തു ശിർക്കിന്റെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശിർക്കാണെന്ന് നമ്മൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു നിർത്തിയ താങ്കളുടെ കൂടെയുള്ളവർ സംഘടന പിടിച്ചുകെട്ടാൻ, താങ്കൾക്ക് താല്പര്യമില്ലാത്തവരെ പുറത്തു നിർത്താൻ, അതിന്റെ അനുഭവങ്ങൾ, തെളിവുകൾ വേണ്ട വിധം വേണ്ടിടത്ത് കേരളത്തിൽ പലയിടത്തായി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വേണ്ടിയിട്ടില്ല. 2006 ബഹുമാനായ സലഫി എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു രാത്രി മുഴുവൻ കൊണ്ടോട്ടി പള്ളിയിൽ ISMന്റെ നേതൃത്വവുമായി ഇരുന്നിട്ടുണ്ട്. കടവത്തൂരിൽ നിന്ന് സക്കരിയ സുലാഹി ജാമ്യ നബിയിലെ ഹോസ്റ്റലിൽ കുട്ടികൾ ഉറങ്ങുന്ന നേരം നോക്കി അദ്ദേഹത്തെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് സലഫിയുമായി സംസാരിക്കാനും തീർക്കാനും. അന്ന് കെട്ടിപ്പിടിച്ച് കണ്ണീർ വാർത്ത് പിരിഞ്ഞ് പിന്നെയും എങ്ങനെ കലാപക്കൊടി വന്നോന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം പിന്നീട് അദ്ദേഹം പലരോടും പറഞ്ഞിട്ടുണ്ട്. സക്കരിയും കൂട്ടരും സംവാദമായിട്ട് ഇങ്ങനെ പോവുക, ഹനീഫും അനസൊക്കെ മുഖാമുഖമായിട്ട് പോവുക, സലീമും അഷറഫും സംഘടനയും കാര്യമായിട്ട് പോവുക. ഞാൻ ഇപ്പൊ ഇവിടെ ഇല്ലേ? ഊഹല്ല. വേണ്ടി വന്ന ഒരു സമയത്ത് ഇത് ഓരോന്ന് എണ്ണി പറയും, വേണ്ട സമയത്ത് പറയും. അതുകൊണ്ട് ഇവിടെ നമ്മൾ നിന്നു. എന്നാൽ സലഫി പറഞ്ഞ അന്നും ഇന്നും എന്നും എന്ന നിലപാടുന്നപ്പോ ആരാ മാറിയത്? ഏതാ പുതിയ മുജാഹിദ്? ഇത് വിചിന്തനം. എന്നാൽ ഇതേ വിചിന്തനം അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞ അതേ കാര്യം ഇത് 2007 ഫെബ്രുവരി പറഞ്ഞത് 2013 ഫെബ്രുവരി ആയപ്പോ ജിന്ന് ഭൗതികമല്ല, അഭൗതികം തന്നെ. ലേഖനം നമ്പർ 1, ലേഖനം നമ്പർ 2. ഏതാ പുതിയത്? വിചിന്തനത്തിൽ എഴുതുന്നത് ആണ് ഇസ്ലാം. അതിന്റെ അപ്പുറത്ത് ഇസ്ലാമില്ല എന്ന് വിചാരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു നിർവാഹമല്ല. മനസ്സിലായോ? ഇനി ഞാൻ ചോദിക്കട്ടെ, വിചിന്തനത്തിൽ 2013 എഴുതിയതും സമ്മേളനമടക്കമുള്ള സ്ഥലങ്ങളിൽ സലഫി പറഞ്ഞതും മുജാഹിദുകളുടെ അഭിപ്രായമാണോ? കേരളത്തിൽ ജിന്ന് അഭൗതികമാണെന്ന് പറയുന്നത് ആരാ? മുജാഹിദുകൾക്കെതിരിൽ ശിർക്കാരോപിച്ചവരെ. നിങ്ങൾ കേട്ടോ, മുജാഹിദുകൾ അല്ല പറയണത്. ഇതേ പുളിക്കലിൽ നടന്ന ഒരു മുഖാമുഖത്തിൽ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരാണ് ജിന്ന് മലക്ക് പോലുള്ളത് അഭൗതികമാണെന്ന് അദ്ദേഹമാണ് പറയുന്നത്. മുജാഹിദുകളല്ല. കേട്ടോളൂ നിങ്ങൾ. അഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്. അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആനിൽ ഒരായത്തും തെളിയിക്കാൻ കഴിയൂല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ. അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്. സാധാരണമല്ല, അസാധാരണമാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ